ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ മറ്റൊരു ജില്ലയായ കാൻഗറിലൂടെയാണ്. പ്രകൃതി സുന്ദരമായ കാൻഗർ ജില്ല എൻ്റെ സ്വന്തം ജില്ല. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ലിസീസ് വ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ൽ രൂപീകൃതമായ ജില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഛത്തീസ്ഗഡ് 2000-ലല്ലേ രൂപപ്പെട്ടത്? മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്ന ഛത്തീസ്ഗഡ് സ്വതന്ത്ര സംസ്ഥാനമാകുന്നതിന് മുൻപേ കാൻഗർ അതേ പേരിൽ തന്നെ നിലനിന്നിരുന്നു. 6432 സ്ക്വയർ കിലോമീറ്ററിൽ 30ഓളം ചെറുതും വലുതുമായ മലനിരകളാലും നദികളാലും നിബിഡ വനങ്ങളാലും നിറഞ്ഞ ജില്ല. സംസ്ഥാന തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും 135 കിലോമീറ്റർ ദൂരെയാണ് കാൻഗറിന്റെ സ്ഥാനം. ഇവിടെ 70% ആദിവാസി ജനതയാണ് വസിക്കുന്നത്. ഇവരുടെ കലയും സംസ്കൃതിയും ഇന്നും പുതുമ മാറാതെ നിലനിൽക്കുന്നു. 4 നദികളിൽ നിന്നുള്ള ജലസമൃദ്ധി ഇവിടുത്തെ കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയുക്തമാണ്. ദൂത് നദി, കോട്ടറി നദി, ജോഗി നദി, മഹാനദി എന്നിവ പ്രധാനപ്പെട്ട നദികളാണ്. പ്രകൃതിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന കാൻഗർ പ്രകൃതി മനോഹരമായ നിരവധി പ്രദേശങ്ങളാൽ സമ്പന്നമാണ്. ചെറുതും വലുതുമായ നിരവധി മലനിരകളാൽ അതിരിടുന്ന കാൻഗറിലെ ഏറ്റവും ഉയരമുള്ള മലനിരയാണ് ഗഡിയ പഹാഡ്. എൻ്റെ തന്നെ ഗഡിയ പഹാഡ് എന്നൊരു വീഡിയോയിൽ ഈ മലനിരയെപ്പറ്റി വിശദമായി ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മൈലാഞ്ചിക്കുടം, ചാരേമാരെ എന്നിവ. നിരവധി തദ്ദേശീയരായ ടൂറിസ്റ്റുകളുടെ ഇഷ്ട വിനോദ കേന്ദ്രമാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ. കാൻഗർ ജില്ലയിലെ ദുദാവ ഡാം 24.5 മീറ്റർ ഉയരത്തിലും 2906 മീറ്റർ നീളത്തിലുമുള്ള മണ്ണുകൊണ്ട് നിർമ്മിതമായ ഡാമാണ്. മഹാനദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. രാജഭരണകാലത്ത് കാൻഗർ, സോം, ചന്ദ്രവംശ്യ എന്നീ രാജവംശമാണ് ഭരിച്ചിരുന്നത്. കാൻഗറിലെ അവസാനത്തെ രാജാവ് ഭാനുപ്രതാപ് ദേവ് ആയിരുന്നു. അക്കാലത്ത് കാൻഗർ ഒരു സ്റ്റേറ്റ് ആയി അറിയപ്പെട്ടിരുന്നു. നിങ്ങൾ നിരവധി തവണ ഈ കാൻഗറിനെ പറ്റി മലയാള ന്യൂസ് ചാനലുകൾ വഴി അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ നിബിഡ വനങ്ങളാണ് ദണ്ഡകാരണ്യ വനം. നിരവധി നക്സൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണിത്. ഈ കാൻഗർ ജില്ലയിൽ ഒരു പാർലമെന്റ് മണ്ഡലം, 3 അസംബ്ലി മണ്ഡലങ്ങൾ, 454 ഗ്രാമപഞ്ചായത്ത്, 7 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 തഹസീൽ, ഒരു മുനിസിപ്പാലിറ്റി, 5 ടൗൺ പഞ്ചായത്ത് എന്നിവയാണുള്ളത്. 1005 ഗ്രാമങ്ങൾ നിറഞ്ഞ കാൻഗറിൽ 70% ആളുകളും ഗ്രാമങ്ങളിൽ വസിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു. കൃഷിയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. കൂടാതെ ചെറിയ ചെറിയ വ്യവസായങ്ങളും ഉണ്ട്. ഗോതമ്പ്, നെല്ല്, ചോളം, കടല, കരിമ്പ് എന്നിവ പ്രധാനമായും കൃഷി ചെയ്യുന്നു. ഏകദേശം 7.5 ലക്ഷത്തോളമാണ് ഇവിടുത്തെ ജനസംഖ്യ. നിരവധി പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പ്രധാനമായത് നർഹാർദേവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വിഷ്ണുപ്രതാപ് ദേവ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് PT കോളേജ്, ഗവൺമെന്റ് വിമൻസ് കോളേജ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നിവയാണ്. കൂടാതെ ഇന്ത്യയിലെ 2ാമത്തെ ആർമി ഫയറിംഗ് സെന്ററും ട്രെയിനിങ് കോളേജും ഇവിടെയാണ്. ഇവിടെ മിനി കൊൽക്കത്ത എന്നറിയപ്പെടുന്ന ഒരു നഗരമുണ്ട്. അതാണ് പക്കാഞ്ചൂർ. അവിടുത്തെ ജനസംഖ്യയിലധികവും ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. നമ്മുടെ കടൽ മത്സ്യങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടും. മത്തി, അയല, മറ്റു മത്സ്യങ്ങൾ ഈ പേരിൽ തന്നെ ഇവിടെ ലഭിക്കും. അതിമനോഹരമായ ഈ ജില്ല വിവിധ വികസന പദ്ധതികളിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇവിടുത്തെ നിബിഡ വനങ്ങൾ നിരവധി വന്യമൃഗങ്ങളാൽ നിറഞ്ഞതാണ്. കരടി ഞങ്ങളുടെ ഒരു നിത്യാതിഥിയാണ്. റോഡിലും പറമ്പിലും എല്ലാം കരടി എത്തുന്നതാണ്. ഇപ്പോൾ പുലിയും ഒരു നിത്യസഞ്ചാരി തന്നെയാണ്. ഈ ജില്ലയെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഛത്തീസ്ഗഡിലെ ഏതെങ്കിലും ജില്ലയെപ്പറ്റി അറിവുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ജില്ലയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ.